ഹൃത്തിലെന്നെ വഹിച്ചതീനായി മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതീനായി മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും യേശില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 3:8-9 വാക്യങ്ങളാണ്. ഒന്ന് നോക്കിയാട്ടെ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ആമേൻ. സത്യത്തില് ഈ ഒരു വചനം ഒത്തിരി സ്നേഹം നിറഞ്ഞ ഒരു വചനമാണ്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. അവർ ഓടി ഒളിച്ചു. ഇന്നലെകളിൽ അങ്ങനെയല്ലായിരുന്നു. അവർ ഈ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. കാരണം എല്ലാ ദിവസവും അവരെ കാണാൻ ദൈവം വരുമായിരുന്നു. അവരോട് മിണ്ടാൻ ദൈവം വരുമായിരുന്നു. ഞാൻ ഇന്ന് പറയുന്ന വാക്ക്, നിങ്ങളെ കാണാൻ കൊതിക്കുന്നൊരു ദൈവം, നിങ്ങളോട് മിണ്ടാൻ കൊതിക്കുന്നൊരു ദൈവം. അവരെ കാണാഞ്ഞപ്പോഴും അവരുടെ ശബ്ദം കേൾക്കാഞ്ഞപ്പോഴും ദൈവം അന്വേഷിക്കുകയാണ്, നീ എവിടെയാ? ബൈബിളിലെ ആദ്യത്തെ ചോദ്യമാണ്, മനുഷ്യ നീ എവിടെയാണ്? ഇന്നും ദൈവം ആ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നീ എവിടെയാ? എന്നെ വിട്ട് നീ എവിടെയാ മാറി നിൽക്കുന്നത്? എവിടെയാ നീ ഒളിച്ചിരിക്കുന്നത്? അന്വേഷിക്കുന്ന ഒരു ദൈവം. ഉൽപ്പത്തി 3 കാണുന്ന അതേ കാര്യം തന്നെയല്ലേ വെളിപ്പാടിലും കാണുന്നത്? ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, നീ എവിടെയാ? എന്താ ദൈവം ഇങ്ങനെ അന്വേഷിക്കുന്നത്? ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഇവർ ദൈവത്തിന്റെ മക്കളാ. മക്കളെ കാണാൻ അപ്പന് ഒരു കൊതിയില്ലേ? അമ്മയ്ക്കൊരു കൊതിയില്ലേ? ഞങ്ങളിവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ ഇതിൻ്റെ ഇടയിൽ തിരയുന്നുണ്ട്, ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ എവിടെയാണ്? കാരണം അങ്ങനെ അന്വേഷിക്കുന്നത് നമ്മുടെ ജീവനാണ്. അവര് ഇതുപോലെ ദൈവം അന്വേഷിക്കുക, എവിടെയാ? കാരണം ആദാം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകനാണ്. സുവിശേഷങ്ങൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവസാനം വന്ന് പറഞ്ഞു നിർത്തുകയാണ്, ആദാം ദൈവത്തിന്റെ മകൻ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കറിയാമോ, ലോകത്തുള്ള ഏറ്റവും വലിയ ബന്ധമാണ് യേശുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതെന്താ? ഒരു അപ്പൻ മകൻ ബന്ധം. യേശുവിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലുത് എന്താ വെച്ചാൽ ഡീപ്പ് റിലേഷനാണ്. ഒരു അപ്പൻ മകൻ ബന്ധമാണ്.
അതിന് തുടക്കം നമ്മൾ കാണുന്നത് ഏദനിൽ ആദാമിലാണ്. മക്കളെ കാണാഞ്ഞപ്പോൾ ദൈവം അന്വേഷിക്കുക എവിടെയാണ്, എന്തിനാ വരുന്ന? ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് അറിയിക്കാനുണ്ട്. അതിൻ്റെ അർത്ഥം ആദാമും ഹവ്വയും പരിപൂർണരായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടത്, പരിപൂർണരാകാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ പരിപൂർണത വരുന്നത് എങ്ങനെയാണ്? ദൈനംദിനം ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടലിൽ, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ, ദൈവവുമായിട്ടുള്ള യാത്രയിലാണ് ആ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. നിങ്ങൾ യേശുവിനെ കണ്ടു, രക്ഷിക്കപ്പെട്ടു, കൃപയാൽ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ്. എല്ലാം തികഞ്ഞു എന്ന് ഓർക്കരുത്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ്, പരിപൂർണതയിലേക്ക് നടത്തുകയാണ്. അത് നിങ്ങളിൽ സാധ്യമാകാനാണ് എവറി ഡേ ദൈവം നിങ്ങളുടെ അടുക്കൽ വരുന്നത്. എന്തിനാ? ആ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ. യെസ്, തൃപ്തരാകരുത്. പ്രാർത്ഥനയിൽ, വചനത്തിൽ, കൂട്ടായ്മയിൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നിങ്ങൾ അത്ഭുത വിഷയമായി മാറുന്നത്. ഓരോ ദിവസവും കിട്ടുന്ന കൂട്ടായ്മയാണ് ഓരോ ദിവസമുള്ള നിങ്ങളുടെ ജയജീവിതം. ഞാനിത് പറയുമ്പോൾ ഇന്നലെക്കാൾ തീവ്രമേറിയ പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ, പിതാവുമായുള്ള കൂട്ടായ്മ, പുത്രനുമായുള്ള കൂട്ടായ്മ ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു കേട്ടോ. തിരക്കുകളുടെ നടുവിൽ ഓടി ഒളിക്കല്ലേ. കർത്താവിൻ്റെ കൂടെ കുറെ സമയം ചെലവഴിക്കണേ. തിരക്കുകൾ എന്നും തിരക്കുകളാണ്. പക്ഷെ നിങ്ങളെന്ന് പറ, ഞാൻ യേശുവിൻ്റെ കൂടെ കുറെ സമയം ഇരുന്നിട്ടേ പോകത്തുള്ളൂ. യെസ്, കർത്താവ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളോട് മിണ്ടാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയോ കർത്താവിന് ആഴത്തിൽ പറയാനുണ്ട്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ. നീ അറിയാത്തതും അഗോചരമായ കാര്യവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അതെ, പെട്ടെന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ ഇരിക്കുക. അത്ഭുതകരമായ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ കയറ്റുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ തിരയുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങ് അന്വേഷിക്കുന്ന തലമുറ ഉണ്ടോ എന്ന് ഈ കാലത്ത് പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ നോക്കി അന്വേഷിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുകയാണ്. ഞങ്ങളുടെ സമയങ്ങൾ യേശുവിനായി മാറ്റിവെക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുകയാണ്. കർത്താവെ, യേശുവെ, പരിശുദ്ധാത്മാവെ, ആഴമായ ഒരു അപ്പയുമായുള്ള പിതാവുമായുള്ള ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകണമേ. കർത്താവെ, ദൈവമായുള്ള കൂട്ടായ്മയിൽ വെളിപ്പെടുന്ന എല്ലാ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അങ്ങനെ ഒരു പുതിയ തലത്തിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് കൊണ്ടുപോകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, ഒരു വലിയ ഫെലോഷിപ്പ് നീ അവർക്ക് നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു, കുടുംബമായിട്ട് ബ്ലെസ് ചെയ്യുന്നു. കർത്താവുമായിട്ട് കൈപിടിച്ച് കർത്താവിനെ തട്ടി ഉരുമി നടക്കാൻ ഈ മക്കളെ ഒരുക്കണമേ. യേശുവിൻ്റെ കൂടെ കുറേ സമയമാണ് ചെലവഴിക്കാൻ സഹായിക്കണമേ. ചിലർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പ്രസൻസ്, ചിലർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ദൈവവചനം. കർത്താവെ, ധാരാളമായി കൊടുക്കണമേ. കർത്താവ് ആഴത്തിൽ അവരോട് മിണ്ടണമേ. അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇവരുടെ ദേശത്ത്, ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ദേശത്ത്, ഇവരുടെ കുടുംബത്തിൽ ഏറ്റവും അധികം കർത്താവിനെ സ്നേഹിക്കുന്നവരാകട്ടെ. അങ്ങനെ ഒരു ഡീപ്പ് ഇൻറ്റിമസി അവർക്ക് കൊടുക്കണമേ. ബ്ലസ് ചെയ്യുന്നു, സൗഖ്യമാക്കുന്നു, അനുഗ്രഹിക്കുന്നു. വേണ്ടതെല്ലാം അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരട്ടെ. ആരുടെ മുമ്പിൽ കൈനീട്ടാൻ അനുവദിക്കരുതേ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് ഇത് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങൾ അനേകരിലേക്ക് ഇത് എത്തിക്കുക. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻസുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.